ഹായ്, ഞാൻ നമ്മുടെ റീചാർജ് 2014 ഡിസംബർ അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ലൈവിൽ വന്നത്. ഇതൊരു ട്രമൻഡസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനൊരു ഫാർമാസ്യൂട്ടിക്കൽ കമ്പനിയിൽ ലാസ്റ്റ് 23 ഇയേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എവറി മന്ത് സൈക്കിൾ മീറ്റിംഗ്സ് ഉണ്ടാവും. അതുപോലെ ക്വാർട്ടർലി മീറ്റിംഗ്സ്, ആനുവൽ മീറ്റിംഗ്സ്, അതിനെല്ലാം ഇതുപോലൊരു വൈബാണ്. അത് ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ വളരെ പ്രൊഫഷണലായിട്ട് അറേഞ്ച് ചെയ്യുന്ന മീറ്റിങ്ങുകളാണ്. എനിക്ക് അതുപോലൊരു മീറ്റിംഗാണ്, അതിനേക്കാളുപരി വെൽ അറേഞ്ച്ഡ് ആയിട്ടൊരു മീറ്റിംഗാണ്. പക്ഷേ അവിടെ എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞത് ടോട്ടൽ റിവ്യൂസാണ്. നമുക്ക് ആ ഒരു മീറ്റിംഗ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആകെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫുഡിൻ്റെ സമയത്ത് മാത്രമാണ്. അപ്പോൾ ഇവിടെ ടോട്ടലി ഫണ്ണി, ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഗെയിമായിരുന്നു പറയും. അപ്പോൾ നമ്മളെ എത്തരത്തിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രവീൺ സാറ് വളരെയധികം പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാജിക് റൂം മെമ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ വളരെയധികം പെർഫെക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എസ്പെഷ്യലി ഗോൾഡ് ബുക്ക് എഴുതാനുള്ള ബുക്ക്, അതൊരു ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് പ്രസൻറ്റ് ചെയ്ത രീതി അമേസിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് തരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വിൻ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് തരാം എന്നുള്ള ഒരു പ്രതീക്ഷയോടാണ് ഇരുന്നത്. അപ്പോഴാണ് എല്ലാവരുടെയും ആ ചെയറിൻ്റെ അടിയിൽ ഈ സാധനം ഗോൾഡ് കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞതും ഗോൾഡ് ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞതും. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ട്രഷറായിരുന്നു ആക്ച്വലി. പിന്നെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹൈലി ടാലൻറ്റഡ് ആണ്. പിന്നെ എന്താ പറയുക, അവരെല്ലാം നമുക്ക് ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര്, ഇപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ സുധ മാഡം, അതുപോലെ അനു, നമ്മുടെ എൻ്റെ ടീം ലീഡർ, അതുപോലെ പ്രവീൺ സാറിനെ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു എന്താ പറയുക, ഒരു മീറ്റിംഗ് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് വളരെ പ്രൊഫഷണലായിട്ടാണ് സാറ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്തരം മീറ്റിങ്ങുകളിൽ പിന്നെ നമ്മുടെ കാൽസോൺ മെമ്പേഴ്സ് എല്ലാവരും പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നഷ്ടമാവില്ല. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത തവണത്തെ ഈ ഒരു പ്രോഗ്രാമിന് ജൂണിൽ ആണ് ഇനി അടുത്തതുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പിന്നെ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം സാറ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും പിന്നെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ടേക്ക് ഹോം ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ എന്തായാലും അടുത്ത ഈ ജൂണിലെ പ്രോഗ്രാമിനകത്ത് ഒരു 1 lakh ബിസിനസ്സായിട്ട് ഞാൻ വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പോൾ അതിന് പറ്റുന്നൊരു കോഴ്സ് ഞാൻ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനി ടാഗ് മാംഗോയിലേക്ക് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ സെയില് എനിക്ക് ഈ ഡിസംബറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു സെയിലെങ്കിലും ഡിസംബറിൽ ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. പിന്നെ അത് ഓട്ടോമേഷൻ ലെവലിലേക്ക്, വാട്സപ്പ് ഓട്ടോമേഷനിലേക്ക് കൊണ്ടുവരണം. അതിന് ടോട്ടൽ ഒരു ഫ്രീഡം സ്റ്റൈൽ ബിസിനസ് അതിൽ നിന്ന് എനിക്ക് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും പ്രവീൺ സാറിൻ്റെയും നമ്മുടെ കാൽസോൾ മെമ്പേഴ്സിൻ്റെയും സപ്പോർട്ടോടുകൂടി എനിക്ക് ചെയ്യാൻ പറ്റും. അതിലേറെ എനിക്ക് നല്ലൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ കിട്ടിയിട്ടുണ്ട്, റോബിൻ സാറും ഞാനും നേരത്തെ പരിചയമുള്ള ആളുകളാണ്. ഞങ്ങൾ പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഒരു സെയിം കമ്പനിയിൽ 2 ഡിവിഷനിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് റോബിൻ സാറ്. അപ്പോൾ റോബിൻ സാറിൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർഷിപ്പ് കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നല്ലൊരു 360 ഡിഗ്രി ഞാനായിരിക്കും ഇനി അതിലെനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും. സോ അടുത്ത വർഷത്തെ ജൂണിലെ ഈ പ്രോഗ്രാമിന് എല്ലാവരും വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. എൻജോയ് ഇൻ ദ സെൻസ് ഒരു ട്രാൻസ്ഫോർമേഷൻ മീറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്, അല്ലാതെ ഒന്നുമില്ല. തീർച്ചയായിട്ടും ഇത് വർത്തിയാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം. അത് നല്ലൊരു ഗെയിം ചേഞ്ച് ആയിരിക്കും. റിയലി എ റീചാർജ്. താങ്ക് യു.